നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും മറ്റുള്ളവൻ്റെ വീട്ടിനകത്ത് എത്തി നോക്കുന്ന ഒരു ശീലം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാനും കാണാനും കേൾക്കാനും ഒക്കെ ഒരു കൗതുകമാണ്. നമ്മുടെ വീട്ടിനകത്ത് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. അതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ ഈ ദേശാഭിമാനി പത്രവും. അവർക്ക് അവരുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. മറ്റുള്ളവരുടെ BJPയുടെയും കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് പ്രധാന വാർത്ത. ഇന്നത്തെ പത്രം തന്നെ നോക്കണം. ദേശാഭിമാനി: തൊടാനാകില്ലെന്ന് സുധാകരൻ, കോൺഗ്രസിൽ യുദ്ധകാഹളം. കോൺഗ്രസിനകത്ത് കുഴപ്പങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഇത് ദേശാഭിമാനിയുടെ തലക്കെട്ടാണ് പോലും. അപ്പം മറ്റുള്ളവരുടെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലോ ഒക്കെ എത്തി നോക്കുന്ന ഒരു സ്വഭാവമല്ലേ ഇപ്പം ദേശാഭിമാനി കാണിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രം പൊതുവെ ആരും വായിക്കാറില്ല, അതുകൊണ്ട് ഇത് വേണ്ട തരത്തിൽ എത്തുന്നുമില്ല. എല്ലാ സഖാക്കന്മാരുടെ വീട്ടിലുണ്ട് രാവിലെ ദേശാഭിമാനി പത്രം എത്തും. അതിനോടൊപ്പം തന്നെ സഖാക്കന്മാരുടെ വീട്ടിൽ മനോരമയോ മാതൃഭൂമിയോ ഉണ്ടാകും. മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി വായിക്കും, ദേശാഭിമാനി അവിടെ മാറ്റിയിട്ടേക്കും. അത് ചോറ് പൊതിയാൻ വേണം, അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് പറയാറുണ്ട്, ഒരു ചൊല്ലുണ്ട്: പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം, വായിച്ചു കോൾമയിർ കൊള്ളണം. എന്നുവെച്ചാൽ പല വാർത്തകളും അങ്ങനെയാണ്. ഇപ്പോൾ ബ്രിട്ടാസ് അല്ലെങ്കിൽ റഹീം പാർലമെൻറ്റിനെ ഞെട്ടിപ്പിച്ചു. മോദി ഞെട്ടി. റഹീമിൻ്റെ പ്രസംഗത്തിൽ മോദിയെ എന്ന ഫാസിസ്റ്റിനെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണം എന്നുള്ളത് കൊണ്ടാണ് റഹീമിനെ പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കും എന്നൊക്കെയാണ് നമ്മുടെ റഹീം പ്രസ്താവിച്ച് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ദേശാഭിമാനിയിൽ വരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം കൊള്ളും. ദേശാഭിമാനി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള രോമം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കത്തേക്കുള്ളൂ, താഴത്തില്ല. അത്ര നമ്മളെ കോൾമയിർ കൊള്ളിക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. അതുകൊണ്ട് നമ്മൾ കഴിയുമെങ്കിൽ എല്ലാവരും, സഖാക്കന്മാരല്ലാത്തവരും, ഈ ദേശാഭിമാനി പത്രം വായിക്കുന്നത് നല്ലതാണ്. ഈ CPMനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ ഇവർ പറയുന്നുണ്ട് കോൺഗ്രസിൽ യുദ്ധകാഹളം. PK ശ്രീമതിയെ പിണറായി വിജയന് ഇറക്കി വിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം വാർത്തകൾ വന്നു. ഇവിടെ എന്ത് കാര്യത്തിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് ജോലിയില്ലേ? കടക്ക് പുറത്ത് എന്നല്ലേ പറഞ്ഞത്? അതൊന്നും ദേശാഭിമാനിയിൽ ഒരു വാർത്തയല്ല. പണ്ട് PK ശ്രീമതി AKE സെൻറ്ററിൽ ഇരിക്കുമ്പോഴല്ലേ അങ്ങനെ കാറൽ മാർക്സിൻ്റെ മൂലധനമൊക്കെ വായിച്ച് ചാരുകസേരയിൽ ഇരിക്കുമ്പോഴാണ് അവിടെ താഴെ ബോംബ് പൊട്ടിയത്. അപ്പോൾ തന്നെ കാറൽ മാർക്സിൻ്റെ മൂലധനം തറയിൽ വീണ് 4 കഷ്ണമായി മാറുകയും ചെയ്തു. പിന്നീട് എത്രയോ ദിവസം കഴിഞ്ഞാണ് ശ്രീമതി ടീച്ചർക്ക് ബോധം വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തയൊക്കെ അന്ന് വലിയ കാര്യത്തിൽ അവർ അടിച്ചിറക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സിൽ യുദ്ധകാഹളം ഇല്ലെന്നല്ല പറയുന്നത്. കോൺഗ്രസ്സിൽ അതേ ഉള്ളൂ. ചോദിച്ചാൽ അവർ പറയും അത് ഉൾപാർട്ടി ജനാധിപത്യമാണ്. വീക്ഷണം ഇപ്പം ദേശാഭിമാനിയിലെ പോലല്ല എഴുതുന്നത്. അത് കുറച്ചുകൂടെ മാറ്റം വരുത്തും. വീക്ഷണം ഉണ്ടോയെന്നറിയത്തില്ല കേട്ടോ. കോൺഗ്രസ്സുകാരുടെ ഒന്നും വീട്ടിലത് കയറ്റത്തില്ല വീക്ഷണം. അതങ്ങനെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സഖാക്കന്മാരുടെ വീട്ടിൽ ഇത് വരുത്തിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും, വിശദീകരണം കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദേശാഭിമാനിക്ക് ഇനി അങ്ങോട്ട് വാർത്തയ്ക്ക് ഒരു ക്ഷാമവും വരുത്തില്ല. കാരണം കോൺഗ്രസ്സിലെ തമ്മിൽ പോര് മുറുകുകയാണ്. സുധാകരനെ മടക്കി കൂട്ടി ചാക്കിനകത്താക്കി മലബാർ എക്സ്പ്രസ്സിൽ കയറ്റിവിടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു. ആ ഫോട്ടോയൊക്കെ സഹിതം ഇവർക്ക് കൊടുക്കാം. കൊട്ടും കുരവയും ആർപ്പും മേളവും ഒക്കെ ആയിട്ടാണ് സുധാകരൻ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറിയത്. സെമി കേഡറാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴോ സുധാകരൻ സെമി ആയിട്ട് അങ്ങ് പോവുകയാണിപ്പോൾ. അനാരോഗ്യം കാരണം തന്നെ മാറ്റാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അനാരോഗ്യം എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് സുധാകരൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകളിലേക്കാണ് ഇപ്പോൾ ദേശാഭിമാനി പോകുന്നത്. ഏതായാലും ഇന്നത്തെ ദേശാഭിമാനി എടുക്കുമ്പോൾ ഈ ആദ്യത്തെ പേജിൽ അതിർത്തി സംഘർഷഭരിതം എന്നുള്ളത് അവർ അല്പം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു.
പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു എന്നുള്ളത് മറ്റ് പത്രങ്ങളിലെ വാർത്ത എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും നമ്മളുടെ മേൽ ഭീകരാക്രമണം നടത്താൻ വന്നവർക്ക് നല്ല തിരിച്ചടി കൊടുത്തു എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ ഇവര് അതിനെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു എന്നുള്ള തലക്കെട്ട് കൊടുത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം, നമ്മുടെ മടിയിലിരുത്തി ലാളിക്കേണ്ടവരാണ് പാകിസ്ഥാനികൾ, അവരെ അങ്ങോട്ട് മാറ്റി ഇറക്കി കുപ്പത്തൊട്ടിയിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ദേശാഭിമാനി ഇപ്പം അതുപോലെ തന്നെ സുധാകരൻ്റെ ഒരു പടവും കൊടുത്തിട്ട് എനിക്ക് ശാരീരിക പ്രയാസമാണെന്ന് ചിലർ പറയുന്നു. അത് ഞാനല്ലേ പറയേണ്ടത്? മരുന്നില്ലാത്ത രോഗമുണ്ടോ? ഞാൻ കഴിവില്ലാത്തവനും വിവരമില്ലാത്തവനുമല്ല. രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടും. എന്നെ രോഗിയായി ചിത്രീകരിച്ച് മൂലക്കിരുത്താൻ ശ്രമിക്കുന്നവർ സ്വയം വഷളാകുകയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ നേരത്തെ മാറ്റി ഇരുത്തണ്ടേ? അതാണ്, അത് കേഡർ പാർട്ടിയാണ്. ഇത് സെമി കേഡർ പോലും ആയിട്ടില്ല. ഇപ്പോൾ തന്നെ പാർട്ടി കോൺഗ്രസ്സിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് വരെ കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? 2026 കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഓച്ചന്മാർ 2026 അധികാരത്തിൽ വരുത്തില്ല. അപ്പോൾ പിണറായി വിജയന് ഹാട്രിക് അടിക്കാം. അതുകൊണ്ട് 2026 അധികാരത്തിൽ വരാം, മരുമകന് അരിയിട്ട് വാഴ്ചയും നടത്താം. അത് കണ്ടിട്ടേ കാരണഭൂതന് കണ്ണടയുകയുള്ളൂ. അല്ലാതെ ഈ സുധാകരൻ എന്നാ പറയുന്നില്ല, പിണറായി വിജയനെ നോക്ക്, ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ടോ? എവിടെ വരെ ചികിത്സയ്ക്ക് പോയി നമ്മുടെ പൈസയൊക്കെ ആയിട്ട്, എന്നിട്ട് പോലും മാറ്റിയിട്ടില്ല. ആ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ മാറുന്നത്? എനിക്കെന്താണ് പ്രശ്നം? എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ? അസുഖമുള്ളവരാണല്ലോ ചിലപ്പോൾ കൂടുതൽ ആരോഗ്യവാന്മാരായിട്ടിരുന്ന് ചിലപ്പോൾ കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ പേരിൽ തന്നെ തഴയാൻ പാടില്ല എന്നാണ് സുധാകരൻ ശക്തിയോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് പോരിനി അങ്ങോട്ട് ഇനിയുള്ള നാൾ മുഴുവൻ അതായിരിക്കും. അപ്പോൾ ദേശാഭിമാനി എനിക്ക് തോന്നുന്ന ഒരു സപ്ലിമെൻ്റായിട്ട് ഇറക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസിലെ അടിപ്പതിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരണം. കാരണം ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിയുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പും ആവും. കോൺഗ്രസിലെ അടി അതിനെക്കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4 പേജ് എക്സ്ട്രാ വേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ദേശാഭിമാനി പത്രം വായിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിലെ ഈ കലഹം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. മറ്റ് പത്രങ്ങളിൽ അത്രയും ഭംഗിയായിട്ട് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ മറ്റെന്ത് വാർത്തയുണ്ടെങ്കിൽ പോലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കോൺഗ്രസ്സിലെ വാർത്തകൾ സത്യമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ എത്തിക്കും. കോൺഗ്രസ്സിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് ദേശാഭിമാനി പത്രവും കൈരളി ന്യൂസുമാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് മുടക്കം കൂടാതെ വായിക്കുകയും നമ്മളതിനെ വിശകലനം ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആൻഡോയ്ക്കും സണ്ണിക്കുമെതിരെ പോസ്റ്റർ വരെ പതിഞ്ഞത് മറ്റു പത്രങ്ങളൊന്നും ആ പോസ്റ്റർ എടുത്തിട്ടില്ല. പക്ഷെ ദേശാഭിമാനി അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ പത്രധർമ്മം എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് വെണ്ടയ്ക്ക അക്ഷരത്തിലും മത്തങ്ങ അക്ഷരത്തിലും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്.